തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈസ്റ്റർ ഒരു ആഘോഷമാണ്, ഈസ്റ്റർ ഒരു സന്തോഷമാണ്, ആഹ്ലാദ തിമിർപ്പാണ്. ഏതിൽ നിന്നാണ്? മരണത്തിൽ നിന്നുള്ള ഉയർപ്പാണ്. 50 ദിവസമോ 40 ദിവസമോ നോമ്പെടുത്ത് അതിൽ നിന്നുള്ളൊരു രൂപാന്തരമല്ല. അതിലുപരിയായി നമുക്ക് പാപക്ഷമ പ്രാപിച്ച് കർത്താവിൽ ഉയർക്കുന്നവരുടെ ഇവിടെ ചേരുന്ന ഒരു അനുഭവമാണ്. അത് നമുക്ക് സാധിക്കണമെങ്കിൽ 16-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ആ ലൈൻസ് മെഷറിങ് കാർഡ്സ് ബൈ വിച്ച് ദ വേരിയസ് അലോട്ട്മെൻറ്റ്സ് വേർ മെഷേർഡ്. പല സ്ഥലങ്ങളുണ്ട് നമുക്ക് വേണ്ടി, നമുക്കുള്ള ഇൻഹെറിറ്റൻസ്. ദാവീദ് പറയുന്ന സങ്കീർത്തനത്തിൽ ദാവീദ് ഡിസ്ക്രൈബ്സ് ദ ബ്യൂട്ടി ഓഫ് ഹിസ് സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് ഇൻ ടേംസ് സിമിലർ ടു ദ ഡിവൈൻ അലോട്ട്മെൻറ്റ് ഓഫ് ദി പ്രോമിസ്ഡ് ലാൻഡ് ടു ഇസ്രയേൽ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും ആ മനോഹര ദേശം നമ്മുടെ മുൻപിലുണ്ട്. ആ ഉയർപ്പിൻ്റെ ശക്തിയുടെ സന്തോഷം അതാണ്. നീതി ഒരു ട്രാൻസ്ഫോർമേഷനാണ്. പരിധിക്കൊക്കെ അതീതമായ രൂപാന്തരത്തിൽ ആഘോഷിക്കുവാൻ. ഒരു റിസർച്ച് എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ബൗണ്ട്ലെസ് ട്രാൻസ്ഫോർമേഷൻ. പരിധിക്കപ്പുറമായിട്ടുള്ള ഒരു പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് ഉയർപ്പ്. ഇതാർക്കും വില കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, ആരുടെ ഔദാര്യമല്ല, കർത്താവിൻ്റെ സൗജന്യമായിട്ടുള്ളതാണ്. എനിക്ക് നിനക്ക് ഈ ഉയർപ്പ് കർത്താവ് സൗജന്യമായിട്ട് തരുന്നതാണ്. അതുകൊണ്ട് ഈ ഉയർപ്പിന് അവകാശികളായിത്തീരണം. ആരും നരകത്തിന് അവകാശികളായിത്തീരരുത്. ഉയർത്ത കർത്താവിനോടുകൂടി ഉയർപ്പിന് അവകാശികളായിത്തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ 2025 ഉയർപ്പ് ഞായറാഴ്ച ഞങ്ങൾക്ക് ആഘോഷിക്കുവാൻ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചാട്ട് ലോകമെമ്പാടും ഈ വചനം പ്രഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 50 ദിനങ്ങളിൽ 40 ദിനങ്ങളിൽ നോമ്പുകൾ കൃത്യമായി പാലിച്ചവർ, ഡിസിപ്ലിൻഡായി ജീവിച്ചവർ, ജീവിതത്തിൻ്റേതായ എല്ലാ മേഖലകളിലും ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇതൊന്നുമില്ലാതെ വിശുദ്ധരായി എന്നും എപ്പോഴും ആയിരിക്കുന്നവർ എല്ലാവർക്കുമായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. ഈ വചനത്താൽ നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർക്കായി, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർക്കായി, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലെ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വിഷരത്വം നിറഞ്ഞ ലോകത്തിൽ നരകത്തിനധീരരാകാതെ സ്വർഗത്തിനധീരരായി അളവുനൂൽ മനോഹര ദേശത്ത് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭ്യമായി തീരുവാൻ സഹായിച്ചാട്ട് പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.